കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇന്നത്തെ ഉച്ചപൂജ വളരെ കേമായിട്ടുണ്ട്. ഉച്ചപൂജ ഇന്ന് മേൽശാന്തിയാണ്. മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരിയാണ് ഇന്ന് ഉച്ചപൂജ നടത്തിയത്. കളഭാലങ്കാരം നടത്തിയതോ പഴയം അഷ്ടമൂർത്തി ഓദിക്കനാണ്. വളരെ കേമായിട്ട് കളഭാലങ്കാരം നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ കർക്കിടകം 5 രാമായണ മാസം 5 അല്ലേ, ശനിയാഴ്ചയാണ്. അത്യാവശ്യം നല്ല തിരക്കാണ് ഗുരുവായൂർ. വളരെ നല്ലൊരു സമയമാണെന്ന്. വലിയ മഴ എന്ന് പറയാനില്ല, എന്നാലും അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. കുറച്ച് നല്ലൊരു അന്തരീക്ഷമാണ്. അപ്പോൾ ആ ശ്രീലകത്ത് ഇന്ന് ചാർത്തിയിരിക്കുന്ന രൂപം എന്ന് വെച്ചാൽ ആ ഉണ്ണിക്കണ്ണനാണ്. ഉണ്ണിക്കണ്ണൻ ഇരിക്കുകയാണ്, ചമ്രം പടിഞ്ഞിരിക്കുക. ആള് വളരെ ക്ലിയറായിട്ട് അതിങ്ങനെ ചമ്രം പടിഞ്ഞിട്ട് വലത്തെ കയ്യിൽ ആ പൊന്നോടക്കുഴൽ പിടിച്ചിട്ട് ഇങ്ങനെ തുടര അവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇടത്തെ കൈ വെറുതെ തുടപ്പുറത്ത് ഇങ്ങനെ വെച്ചണ്ട ചമ്രം പടിഞ്ഞിരിക്കുമ്പോൾ അങ്ങനെ. എന്നിട്ട് ഒരു പുഞ്ചരിച്ച മുഖമായിട്ട് അങ്ങനെ യശോദാമ്മയെ കാത്തിരിക്കുന്ന മാതിരി, അതായത് അമ്പാടിയിലെ ആ യശോദാമ്മേനെ കാത്തിരിക്കുന്ന, ഇനിയിപ്പോൾ വെണ്ണ കൊടന്നു തരുമോ, ആ വെണ്ണ തരണം അമ്മേ എന്ന് പറയുന്ന തരത്തിൽ ആളിങ്ങനെ നോക്കിയിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ കളിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ വന്ന് ക്ഷീണിച്ചിരിക്കുകയാണ് ആളെ. അപ്പോൾ അതാണ് ഇപ്പം ഇന്നത്തെ ആ ഒരു ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ ആ ഗുരുവായൂരപ്പൻ്റെ ആ വിഗ്രഹത്തിൻ്റെ മുകളിലുള്ള കളഭാലങ്കാരം. ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഉണ്ണിക്കണ്ണൻ വളരെ കേമായിട്ടത് അഷ്ടമൂർത്തി ഓദിക്കൻ ചെയ്തിട്ടുണ്ട്. കളഭം കൊണ്ട് ഇങ്ങനെ അലങ്കാരം. അത് ആ നെയ്വിളക്കിൻ്റെ പ്രഭയിൽ ഇങ്ങനെ ചെല്ലുമ്പോൾ അതിന് വളരെ തേജസ്സാണ്. അത് കാരണം കറക്റ്റായിട്ട് നമുക്കതിങ്ങനെ നമുക്ക് തോന്നും, നോക്കിയാൽ അത് കാണാം. അപ്പോൾ വളരെ കേമായിട്ട് തന്നെ അത് ചാർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സോപാനം, അതായത് അവിടെ നമ്മളിപ്പോൾ തിരക്കൊക്കെ സഹിച്ച് മുന്നിലേക്ക് അങ്ങോട്ട് എത്തില്ലേ, ആ മുന്നിലേക്ക് എത്തുമ്പോൾ സോപാനത്തിലെത്തിയിട്ട് നമ്മളിപ്പോൾ മൂലസ്ഥാനത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ, ശ്രീകോവിലിനുള്ളിലേക്ക് നോക്കുമ്പോൾ, സോപാനത്തിൽ നിന്നിട്ട് നമ്മൾ ശ്രീകോവിലേക്ക് നോക്കിയിട്ട് ആ ചമ്രം പടിഞ്ഞിരിക്കുന്ന ഉണ്ണിക്കണ്ണനെ നോക്കി തൊഴുന്നത് പോലെ മനസ്സിൽ സങ്കല്പിക്കുക. നമ്മൾ ഓരോരുത്തരും ആ ഗുരുവായൂരപ്പൻ്റെ തിരുമുമ്പിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. എന്നിട്ട് ആ രൂപത്തെ ആവാഹിച്ച് നമ്മളെ മനസ്സിലേക്ക് ആവാഹിക്കുക. എന്നിട്ട് തൊഴുത് കാര്യങ്ങൾ, നമ്മളെ എന്താ പറയുക, കഷ്ടങ്ങളും സന്തോഷങ്ങളും എല്ലാം പങ്കുവെക്കാൻ വേണ്ടിയാണല്ലോ അവിടെ എത്തുന്നത്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കാൽക്കൽ സമർപ്പിക്കുക. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കുന്ന രൂപത്തോടു കൂടി തന്നെയാണ് ആ പൊന്നുണ്ണിക്കണ്ണനെ എന്ന് ചാർത്തിയിരിക്കുന്നത്. നമ്മളിങ്ങനെ ചെറു പുഞ്ചിരിയോടെ നമ്മളെയും കൂടി കാത്തു നിൽക്കുന്ന, വരൂ വരൂ എന്ന് പറഞ്ഞിട്ട് ഭക്തരെ, മക്കളെ വരൂ എന്ന് പറഞ്ഞ പോലെ കാത്തു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനാണ്. വളരെ കേമായിട്ടുണ്ട്. എല്ലാവർക്കും, എന്നെ ശ്രവിക്കുന്ന എല്ലാവരും അത് സങ്കല്പിക്കുക, സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക. കാര്യവിജയം സുനിശ്ചിതമാണ്. കൃഷ്ണ ഹരേ എന്ന് ചെല്ലും ചെയ്യുക.